എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ 3 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പാർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായി ആ പാർട്ട് കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി, എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം എന്ത് കോവലന്റ് ബോണ്ട്സ് ഒക്കെ അല്ലെങ്കിൽ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് എന്തിനാണ്? ആറ്റത്തിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. കോവലന്റ് ബോണ്ട്സിന്റെ ഫോർമേഷൻ. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന കോമ്പൗണ്ട് എന്താണ് ഫോം ചെയ്യുന്നത്? അപ്പൊ ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രജനും ഫ്ലൂറിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജനും അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റും, അതുപോലെ ഫ്ലൂറിനും അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ അട്രാക്ട് ചെയ്ത് വെക്കുന്ന ആറ്റത്തിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി, അതായത് അട്രാക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. The electron pairs shared in a covalent bonds are attracted by both the combining atoms. In a covalent bond, the relative ability of each atom to attract the bonded pair of electrons towards itself is called electronegativity. അതായത് ഹൈഡ്രജനും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഹൈഡ്രജന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും, അതുപോലെ എന്ത് ചെയ്യും? ഫ്ലൂറിന്റെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോ ആറ്റത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വെക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ ഉണ്ട്. ആ സ്കെയിലിന് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത് അമേരിക്കൻ സയന്റിസ്റ്റ് ആയ ലീനസ് പോളിങ്ങിന്റെ ആണ്. വേറെ കുറെ സ്കെയിൽസ് ഉണ്ടെങ്കിലും ലീനസ് പോളിങ് ഉണ്ടാക്കിയ സ്കെയിലാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും പോപ്പുലർ ആയിട്ടും അതേപോലെ ആക്സെപ്റ്റ് ആയിട്ടുള്ളത്. ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ലീനസ് പോളിങ് ഡിസ്കവർ ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. ആ സ്കെയില് പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കിക്കേ, ഓരോ ആറ്റത്തിന് താഴെ എന്ത് കാണിച്ചിട്ടുണ്ട്? അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0-ന്റെയും 4-ന്റെയും ഇടയ്ക്കാണ്. 0 ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, 4 ഏറ്റവും മാക്സിമം വാല്യൂ ആണ്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഫ്ലൂറിൻ ആണ് എന്ത്? ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. Fluorine has highest electronegativity. Next is, we can predict the nature of compound if we know the electronegativity of the constant elements. അതായത് നമുക്ക് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കോൺസ്റ്റന്റ് എലിമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അറിയാമെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ നേച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ കാർബൺ മോണോക്സൈഡിലെ കോൺസ്റ്റന്റ് എലിമെന്റ്സ് എന്തൊക്കെയാണ്? കാർബണും അതുപോലെ എന്താണ്? ഓക്സിജനും ചേർന്നാണ് എന്ത്? കാർബൺ മോണോക്സൈഡ് എന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെ കോൺസ്റ്റന്റ് എലിമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ എന്തെന്ന് കണ്ടുപിടിക്കും? പോളിങ്ങിന്റെ സ്കെയിലിന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? 3.44ഉം അതേപോലെ 2.55 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 0.89 എന്ന് കിട്ടി. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, കോൺസ്റ്റന്റ് എലിമെന്റ്സ് തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് 1.7ഓ അതിന് മുകളിലോ ആണെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ നേച്ചർ എന്ന് പറയുന്നത് അയണിക് ആയിരിക്കും. If it is either 1.7 or greater than 1.7, then the nature of compound is ionic. 1.7ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ കോമ്പൗണ്ട് അയണിക് ആയിരിക്കും. Then if it is less than 1.7, the nature of compound is covalent. അപ്പൊ അതായത് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ അടുത്ത എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നു. സോഡിയം ക്ലോറൈഡിന്റെ കോൺസ്റ്റന്റ് എലിമെന്റ്സ് തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 2.23 കിട്ടി. സോ ദ നേച്ചർ ഓഫ് കോമ്പൗണ്ട് ഈസ് അയണിക്. Then next example is methane, and the difference between electronegativity is 0.35. കണ്ടില്ലേ, 0.35 എന്ന് പറയുന്നത് എന്താണ്? 1.7ന്റെ ബിലോ ആണ്. So the nature of compound is covalent. Then magnesium chloride, we get the difference as 1.85. 1.85 ആണെങ്കിൽ നേച്ചർ എന്തായിരിക്കും? അയണിക് ആയിരിക്കും. നെക്സ്റ്റ് സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡിൽ എന്താണ് ഡിഫറൻസ് നമുക്ക് കിട്ടിയത്? 2.51 ആണ്. സോ ദ നേച്ചർ ഓഫ് കോമ്പൗണ്ട് ഈസ് അയണിക്. അതായത് 1.7ഓ അതിന് മുകളിലോ ആണ് ഡിഫറൻസ് കിട്ടുന്നതെങ്കിൽ നേച്ചർ അയണിക്കും, ബിലോ ആണെങ്കിൽ എന്താണ്? കോവലന്റും ആയിരിക്കും. ഇനി നമ്മൾ ആറ്റങ്ങളുടെ പോളാർ നേച്ചർ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്.
പോളാർ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഡയറ്റോമിക് ആറ്റംസിനെ അല്ലെങ്കിൽ ഡയറ്റോമിക് മോളിക്യൂൾസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡയറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് എന്ത്? ക്ലോറിൻ, പിന്നെ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയവ. അപ്പോൾ ഇവയിലൊക്കെ എന്തുണ്ടാവും? 2 ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അതറിയാലോ എല്ലാവർക്കും. ഇപ്പോൾ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ അവയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയായിരിക്കും? സെയിം ആറ്റംസ് തമ്മിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷെയറിങ് നടക്കുന്നത് അല്ലേ? ക്ലോറിൻ ആണെങ്കിൽ 2 ക്ലോറിൻ ആറ്റംസ് തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടിനും എന്തായിരിക്കും? ഈക്വൽ എബിലിറ്റി ആയിരിക്കും ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വെക്കാൻ. സോ their electronegativity will be same. രണ്ടിനും എന്തായിരിക്കും? സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി ആയതുകൊണ്ട് ഈക്വൽ ഷെയറിംഗ് ആയിരിക്കും ഇലക്ട്രോൺസിന് നടക്കുക. പക്ഷേ നമ്മൾ കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? കോമ്പൗണ്ട്സിൽ അങ്ങനെ ഈക്വൽ ഷെയറിംഗ് ആയിരിക്കും? ആയിരിക്കില്ല. കോമ്പൗണ്ട്സിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആറ്റംസ് ചേർന്നിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുക. സോ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഈച്ച് ആറ്റം വിൽ ബി ഡിഫറെന്റ്. സോ നമ്മൾ പോളാർ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പൗണ്ട് എടുക്കാം. നമ്മൾ ഇന്ന് എടുക്കുന്ന കോമ്പൗണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിൽ കോൺസ്റ്റന്റ് എലിമെന്റ്സ് എന്തൊക്കെയാണ്? ഹൈഡ്രജനും അതുപോലെ ക്ലോറിനും ആണ്. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ ആണ് എന്തുള്ളത്? ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്തോറും ക്ലോറിൻ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് അതിന്റെ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ക്ലോറിന് ഹൈഡ്രജനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ എബിലിറ്റി ഉണ്ടാവും ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വെക്കാൻ. സോ എന്ത് പറ്റും? ക്ലോറിൻ ഒരു നെഗറ്റീവ് ചാർജ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും. ഈ പാർഷ്യൽ നെഗറ്റീവ് ചാർജിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഡെൽറ്റ മൈനസ്. അപ്പൊ ക്ലോറിനെ നമുക്ക് എങ്ങനെ കാണിക്കാം? Cl ഡെൽറ്റ മൈനസ്. ഇതുപോലെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആർക്ക് കിട്ടും? ക്ലോറിന് കിട്ടും. അപ്പൊ ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്താവും? പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഡെൽറ്റ പ്ലസ് ആവും. അപ്പൊ ഇങ്ങനെ ആറ്റത്തിന് വരുന്ന നേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അത് പാർഷ്യലി ചാർജ് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് പോളാർ നേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോളാർ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പാർഷ്യലി ചാർജ് അറ്റൈൻ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ പോളാർ കോമ്പൗണ്ട്സ് പറയും. അങ്ങനെ ചാർജ് അറ്റൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റും. കുറവുള്ളവയ്ക്ക് എന്താ പറ്റുള്ളൂ? കുറഞ്ഞ രീതിയിൽ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ പോളാർ കോമ്പൗണ്ട്സ്? എന്താണ് പോളാർ കോമ്പൗണ്ട്സ്? അപ്പോൾ പോളാർ കോമ്പൗണ്ട്സ് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട്സ് ഹാവിങ് പാർഷ്യൽ ഇലക്ട്രിക് ചാർജസ് വിത്തിൻ ദ മോളിക്യൂൾ ആർ കോൾഡ് പോളാർ കോമ്പൗണ്ട്സ്. പോളാർ കോമ്പൗണ്ട്സിൽ ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡിൽ എന്ത് വരും? ഡെൽറ്റ പ്ലസും Cl ആണെങ്കിൽ ഡെൽറ്റ മൈനസും. ഇങ്ങനെ പാർഷ്യൽ ഇലക്ട്രിക് ചാർജസ് ഒരു മോളിക്യൂളിന്റെ അകത്ത് തന്നെ വരുവാണെങ്കിൽ such kinds of compounds are known as polar compounds. എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, വാട്ടർ എക്സെട്ര. ദെൻ നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. പോളി ആറ്റംസ് മീൻസ് എന്താണ്? മോർ ദാൻ 2 ആറ്റംസ്. അതിന് നമ്മൾ പോളി ആറ്റംസ് ആണ് പറയാം. അപ്പൊ പോളി ആറ്റംസിൽ ഈ പോളാർ നേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന വലിയൊരു ഫാക്ടർ ആണ് എന്ത്? ജോമെട്രിക്കൽ ഷേപ്പ്. ജോമെട്രിക്കൽ ഷേപ്പ് അനുസരിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതും കൂടെ വെച്ചിട്ടാണ് ഈ പോളാർ നേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് വാട്ടർ, അമോണിയ തുടങ്ങിയവ. അപ്പൊ വാട്ടറിന് നമ്മൾ എന്താ പറയുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ യൂണിവേഴ്സൽ സോൾവെന്റിന്റെ നേച്ചർ വാട്ടറിന് കിട്ടാനുള്ള ഒരു കാരണം വാട്ടറിന്റെ ഈ പോളാർ നേച്ചർ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അയണിക് ആൻഡ് കോവലന്റ് കോമ്പൗണ്ട്സ്. അതായത് കോവലന്റ് കോമ്പൗണ്ട്സിനെയും അയണിക് കോമ്പൗണ്ട്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റ് ആണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്? 3 സ്റ്റേറ്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്, സോളിഡും ലിക്വിഡും ഗ്യാസും. അതിൽ അയണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? സോളിഡ് നേച്ചർ ആയിരിക്കും. അതുപോലെ കോവലന്റ് ആണെങ്കിലോ സോളിഡോ ലിക്വിഡോ ഗ്യാഷ്യസോ, ഈ 3 സ്റ്റേറ്റിൽ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും കോവലന്റ് കോമ്പൗണ്ട്സിനാവാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് സോല്യൂബിലിറ്റി ഇൻ വാട്ടർ. വാട്ടറിൽ ലയിക്കാനുള്ള കഴിവ്. അയണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ ജനറലി സോല്യൂബിൾ ഇൻ വാട്ടർ ആയിരിക്കും. കോവലന്റ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എന്താണ്? ഇൻസോല്യൂബിൾ ആയിരിക്കും. പക്ഷെ അവ ഏതിൽ സോല്യൂബിൾ ആവും? ഓർഗാനിക് സോൾവെന്റ്സിൽ സോല്യൂബിൾ ആണ്. എക്സാമ്പിൾസ് ആണ് കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസിൻ തുടങ്ങിയവ. ദെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അയണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എന്താണ്? കണ്ടക്ട് ചെയ്യും. ഏതൊക്കെ സ്റ്റേറ്റിൽ? എക്വസും മോൾട്ടൺ സ്റ്റേറ്റിലും ആണെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അയണിക് കോമ്പൗണ്ട്സിന് എന്താണ്? കണ്ടക്ട് ചെയ്യും. ഏതൊക്കെ സ്റ്റേറ്റിൽ? എക്വസും അതുപോലെ മോൾട്ടൺ സ്റ്റേറ്റിലും ആണെങ്കിൽ കണ്ടക്ട് ചെയ്യും.
പക്ഷെ കോവലന്റ് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. ജനറലി നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. Then last is melting and boiling point. And for ionic compounds, melting and boiling points are high. And for covalent compounds, melting and boiling points are low. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, differentiate between ionic and covalent compounds. So our next topic is what is valency. അപ്പോൾ നമുക്കറിയാം ആറ്റംസ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും അല്ലേ. അവരങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ the number of electrons lost, gained or shared by an atom during chemical reaction is called valency. ആ എണ്ണത്തിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. സോഡിയം ക്ലോറൈഡ് NaCl. അപ്പോൾ NaClന്റെ ഫോർമേഷനിൽ എന്താണ് ഉണ്ടാകുന്നത്? സോഡിയം 1 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നു, അതുപോലെ ക്ലോറിൻ എന്ത് ചെയ്യുന്നുണ്ട്? 1 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സോഡിയവും ക്ലോറിനും വിട്ടുകൊടുത്തതും വാങ്ങിയതുമായ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. So the valency of sodium is 1 and also the valency of chlorine is 1. മനസ്സിലായോ? അതായത് the number of electrons lost, gained or shared by an atom during chemical reaction is called valency. എത്ര നമ്പറിനാണോ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്തെന്ന് പറയുന്നത് ആ ആറ്റത്തിന്റെ വാലൻസി. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോഡിയത്തിന്റെ എന്താണ് അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2, 8, 1 എന്ന് എഴുതാം. അപ്പോൾ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ദ വാലൻസി ഈസ് 1. ദെൻ ക്ലോറിൻ. ക്ലോറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 17 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആസ് 2, 8, 7. Then chlorine needs one more electron to achieve the stable configuration. So the transferred electron or shared electron is 1. So the valency of chlorine is 1. Then magnesium oxide. Magnesium oxide la magnesium atomic number 12 ആണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2, 8, 2 എന്ന് എഴുതാം. So the number of electrons transferred or shared is 2. So the valency of magnesium is also 2. Then oxygen atomic number is 8. Then configuration is 2, 6. So the number of electrons share ചെയ്യുന്ന എത്രയാണ്? 2 electrons ആണ്. So the valency of oxygen is 2. Then hydrogen fluoride. Hydrogen fluoride ന്റെ constant elements എന്തൊക്കെയാണ്? ഹൈഡ്രജനും ഫ്ലൂറിനും ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്നും എഴുതാനില്ല, 1 എന്ന് എഴുതാനേ ഉള്ളൂ. So the valency of hydrogen is 1. Then in the case of fluorine, atomic number is 9. So we can write the electronic configuration as 2, 7. So the number of electrons transferred is equal to 1. Alle? So the valency of fluorine is 1. Then last example, carbon tetrachloride. Constant elements are carbon and chlorine. And the atomic number of carbon is 6. So we can write the electronic configuration as 2, 4. Then the number of electrons transferred or shared in the case of carbon is 4. So the valency of carbon is 4. Then chlorine. Chlorine atomic number 17 and chlorine needs one more electron to achieve the stable state. So the valency of chlorine is 1. Next, what is chemical formula? So chemical formula എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a method of indicating the number of atoms in a molecule using symbols. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2 ആണ്. അപ്പോൾ കെമിക്കൽ ഫോർമുല എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതെന്താണ്? ആ ഫോർമുല കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഇതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് ഈ മോളിക്യൂളിന്, അത് സിമ്പിൾസ് വഴി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ by using symbols. So next we are going to discuss how to write chemical formula. അതായത് chemical formula എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പ വഴിയുണ്ട്. That is, if we know the valency of constant elements forming a compound, then we can easily write the chemical formula of that compound. അതെങ്ങനെയാ നോക്കാം. നമുക്ക് കോൺസ്റ്റന്റ് എലിമെന്റ്സിന്റെ വാലൻസി അറിയാമെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ എന്ത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും? കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പോവാം.
അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡിലെ കോൺസ്റ്റന്റ് എലിമെന്റ്സ് എന്തൊക്കെയാണ്? മഗ്നീഷ്യവും അതുപോലെ ക്ലോറിനുമാണ് എന്ത് കോൺസ്റ്റന്റ് എലിമെന്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. സോ ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് 2, 8, 2. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ് ഓർ റിസീവ്ഡ് എത്രയാണ്? 2 ആണ്. Then in the case of chlorine, atomic number is 17. So 2, 8, 7. So electron donated or received is 1. അതായത് മഗ്നീഷ്യത്തിന്റെ വാലൻസി 2ഉം അതുപോലെ ക്ലോറിന്റെ വാലൻസി എത്രയാണ്? 1ഉമാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? മഗ്നീഷ്യം ക്ലോറൈഡ്, അതായത് മഗ്നീഷ്യം 2 ഇലക്ട്രോൺസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ക്ലോറിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്ലോറിന് എത്ര ഇലക്ട്രോൺ മതി? 1 ഇലക്ട്രോൺ മതി. അതായത് 2 ക്ലോറിൻ ആറ്റംസ് എന്തിലുണ്ടാവും? മഗ്നീഷ്യം ക്ലോറൈഡിലുണ്ടാവും. അതുപോലെ ഒരു മഗ്നീഷ്യം ആറ്റം ആയിരിക്കും ഉണ്ടാവുക. അതായത് മഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഫോർമേഷനിൽ 1 മഗ്നീഷ്യം ആറ്റം ആൻഡ് 2 ക്ലോറിൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അതായത് നമുക്ക് വാലൻസി അറിയാമെങ്കിൽ എളുപ്പത്തിൽ കെമിക്കൽ ഫോമുല എഴുതാൻ പറ്റും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഏതാണ്? അലുമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോമുല നമുക്ക് എഴുതി നോക്കാം. Which are the constant elements of aluminum oxide? ഏതൊക്കെയാണ് അലുമിനിയം ഓക്സൈഡിലെ കോൺസ്റ്റന്റ് എലിമെന്റ്സ്? അലുമിനിയം അതുപോലെ ഓക്സിജനുമാണ്. Then what about the valency of aluminum and oxygen? The valency of aluminum is 3 and valency of oxygen is 2. അപ്പോൾ നമുക്ക് കെമിക്കൽ ഫോമുല എഴുതാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് എലിമെന്റ്സിനെ കണ്ടുപിടിക്കും. Then next step is write the valencies of constant elements. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോൺസ്റ്റന്റ് എലിമെന്റ്സിൽ ഏതിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി അലുമിനിയത്തിനെയും ഓക്സിജനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ ഓർഡറിൽ എഴുതണം. അതായത് ഏറ്റവും ആദ്യം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾ എഴുതുന്നു, അതിനുശേഷം കൂടിയ ആൾ. അപ്പോൾ അലുമിനിയത്തിനാണ് എന്ത് കുറവ്? അപ്പോൾ അലുമിനിയത്തെ നമ്മൾ ആദ്യം എഴുതി, അതിനുശേഷം ഓക്സിജൻ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവയുടെ വാലൻസീസ് നമുക്കറിയാലോ. ഈ വാലൻസീസിന് തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് ഈ 3 എവിടെ കൊടുക്കും? ഓക്സിജന് കൊടുക്കും. അതുപോലെ 2 എവിടെ കൊടുക്കും? അലുമിനിയത്തിന് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Al2O3 എന്ന് കിട്ടിയില്ലേ? ഇതാണ് എന്ത്? അലുമിനിയം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? നമ്മൾ എന്താ ചെയ്തത്? ആദ്യം കോൺസ്റ്റന്റ് എലിമെന്റ്സിനെ കണ്ടുപിടിച്ചു, അതിനുശേഷം അവയുടെ വാലൻസീസ് നോട്ട് ചെയ്തു. പിന്നെ എന്താ ചെയ്തത്? ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ ഓർഡറിൽ എഴുതി. ആദ്യം കുറവുള്ളത് എഴുതുക, പിന്നെ കൂടിയത്, അങ്ങനെ ഓർഡറിൽ എഴുതുക. എന്ത് ചെയ്യുക? അവയുടെ വാലൻസീസ് തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കെമിക്കൽ ഫോമുല കിട്ടും. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ലെറ്റ്സ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ദെൻ വാട്ട് ആർ ദ കോൺസ്റ്റന്റ് എലിമെന്റ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ്? കാർബൺ ആൻഡ് ഓക്സിജൻ എല്ലാവർക്കും അറിയാം. ഇനി ഇതിന്റെ വാലൻസി നോക്കിയാലോ. കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. ഓക്സിജന്റെ വാലൻസി 2. Then what about the electronegativity? ഓക്സിജൻ ആണ് എന്ത്? കാർബണിനേക്കാളും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത്. സോ ദ ഓർഡർ വിൽ ബി ലൈക്ക് ദിസ്. കാർബൺ ആദ്യം എഴുതുക, രണ്ടാമത് ഓക്സിജൻ എഴുതുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാലൻസീസിനെ തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വേണം എഴുതാൻ. നോക്കിക്കേ, നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 കാർബൺ കൊടുക്കുക, അതുപോലെ 4 എന്താണ്? ഓക്സിജനും കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2ഉം 4ഉം ആണ് അല്ലേ? നമുക്ക് വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഏതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ഡിവൈഡ് ബോത്ത് ബൈ 2. നമുക്ക് എങ്ങനെ കിട്ടി? C1O2 എന്ന് കിട്ടി. 1 ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? CO2 എന്ന് എഴുതാം. ദിസ് ഈസ് ദ കെമിക്കൽ ഫോമുല ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം കാർബണിന്റെയും ഓക്സിജനും ആണ് കോൺസ്റ്റന്റ് എലിമെന്റ്സ് കണ്ടുപിടിച്ചു, വാലൻസീസ് എഴുതി, ദെൻ അറേഞ്ച് ചെയ്തു. ഏത്? ഇലക്ട്രോ നെഗറ്റിവിറ്റിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. പിന്നെ എന്താ ചെയ്തത്? വാലൻസീസ് തമ്മിൽ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. അതിനുശേഷം ബേസ് ഇൻഡെക്സ് ആയിട്ടാണ് വേണം ഇത് എഴുതാൻ വേണ്ടി. ഇവിടെ എന്തുണ്ട്? കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പൊ കോമൺ ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്തു? ഇതിനെ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? C1O2 എന്ന് കിട്ടി. 1 ആണെങ്കിൽ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി? CO2 എന്ന് കെമിക്കൽ ഫോമിൽ എഴുതി. എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ വാലൻസി അറിയാമെങ്കിൽ കോമ്പൗണ്ട്സിന് എന്ത് എഴുതാൻ പറ്റും? കെമിക്കൽ ഫോമുല എഴുതാൻ പറ്റും. അപ്പൊ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സും അതുപോലെ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ടോപ്പിക്സ് വേണമെങ്കിലൊക്കെ ഞങ്ങളോട് കമന്റ് സെക്ഷൻ വഴി അറിയിക്കുക. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.